മിട്ടു, മിട്ടു, മിട്ടുവിനെ ആരെങ്കിലും പിടിച്ചു കാണോ? വേണ്ടാത്തൊന്നും വിചാരിക്കണ്ട അപ്പു. എന്തോ വെളിച്ചം കാണുന്നുണ്ട്. ശരിയാണല്ലോ. 3 വഴികളോ? മിട്ടു എങ്ങോട്ട് പോയി കാണും? ഇതാകെ കുഴഞ്ഞല്ലോ കാത്തു. മണം ഒന്നും അറിയാൻ കഴിയുന്നില്ലല്ലോ. കാൽപ്പാട് വല്ലതും കാണുന്നുണ്ടോ എന്ന് നോക്കപ്പൂ. ഒന്നും കാണുന്നില്ലല്ലോ കാത്തു. നമുക്ക് ഈ വെളിച്ചം കാണുന്ന വഴിയെ പോയാലോ? എനിക്കും അതാ തോന്നുന്നേ. അയ്യോ കാത്തു, ഇതെന്താ? എനിക്ക് പേടിയാവുന്നു. എനിക്കും. നമുക്ക് മുന്നോട്ട് പോണോ അപ്പു? അയ്യോ അമ്മേ, അപ്പു തറയിൽ കിടന്നോ? രക്ഷപ്പെട്ടു കാത്തു. അവര് നമ്മളെ ഒന്നും ചെയ്തില്ല. ശരിയാ. വാ അപ്പു, നമുക്ക് പോവാം. അയ്യോ അപ്പു നോക്ക്, ആ പരുന്ത്. അയ്യോ അപ്പു, നമുക്ക് ആ ഗുഹയിലേക്ക് തന്നെ തിരിച്ചു പോകാം. ആഹാ, അപ്പൊ നിങ്ങൾ ഈ ഗുഹയ്ക്കകത്തായിരുന്നല്ലേ? അപ്പു ഇനി തിരിഞ്ഞോട്, വേഗം. ഹായ് മിന്നാമിനുകൾ. നിങ്ങൾക്കറിയാമോ മിട്ടു എങ്ങോട്ട് പോയിന്ന്? മുയൽക്കുട്ടിയോ? ചിലപ്പോൾ അവൻ കാട്ടിലെ ഭക്ഷണശാലയിലുണ്ടാവും. അതിന് താഴത്തെ വഴി പോയാ മതി. ഞങ്ങൾ കുറച്ചു ദൂരം വഴി കാട്ടിത്തരാം. ആ വഴി നല്ല ഇരുട്ടാ. വലിയ ഉപകാരം. നേരത്തെ ഞങ്ങൾക്ക് വഴി തെറ്റിയതാ. ഇനി ഞങ്ങൾ പോട്ടെ. ആ വെളിച്ചം കാണുന്നതാ ഭക്ഷണശാല. എനിക്ക് വിശക്കുന്നപ്പൂ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് സഹിക്കാൻ വയ്യ. അപ്പൊ നിങ്ങൾ ഇങ്ങ് എത്തിയോ? അപ്പം മിട്ടുവിന് ഈ വഴി അറിയായിരുന്നോ? പിന്നെ അല്ലാതെ, ഇത് ഇവിടേക്കുള്ള വഴി തന്നെയാ. ഞാൻ നിങ്ങളെ കൂട്ടാൻ തിരിച്ചു വന്ന് മാളത്തിന് പുറത്തിറങ്ങാൻ നോക്കി. അപ്പൊ വീണ്ടും ചെമ്പനെ ഞങ്ങൾ ഓടിച്ചു. ചെമ്പൻ ജീവനും കൊണ്ട് ഓടിയില്ലേ? അതെങ്ങനെ? നിങ്ങളെ സമ്മതിക്കണം. വാ വാ, നിങ്ങൾക്ക് എന്റെ അച്ഛനും അമ്മയും കാണണ്ടേ? അച്ഛാ, അമ്മേ, ഇതാണ് ഞാൻ പറഞ്ഞ കൂട്ടുകാർ, കാത്തും അപ്പും. അവർ ചെമ്പനെ ഓടിച്ചോന്ന്. അത് കൊള്ളാലോ. ആഹാ, മിടുക്കന്മാർ. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? എന്നാലേ ഇവർക്കിഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കുമിട്ടു. നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ ഇപ്പൊ തിരക്കുന്നുണ്ടാവുമല്ലോ. എപ്പോഴാ ഇനി വീട്ടിലേക്ക് പോകുന്നേ? പോണം, പക്ഷെ ഞങ്ങൾക്ക് വഴി അറിയില്ല. വഴി അറിയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടാവോ? അത് ശരിയാ. ഞാനൊന്ന് നോക്കട്ടെ. പച്ചച്ചക്കയാണല്ലോ. അപ്പൊ ഈ ചക്ക അവന്മാർ എന്റെ ദേഹത്ത് മുറിച്ചിട്ടതാണല്ലേ. ശരിയാക്കി തരാൻ ഞാൻ രണ്ടിനെയും. ഒട്ടും സമയം കളയാനില്ല. ജിണ്ടനാണെങ്കിൽ ക്ഷമ തീരെയില്ല, അറിയാലോ. ജിണ്ടനുള്ളത് കൊടുത്തിട്ട് പോടേ. അങ്ങനെ പോരട്ടെ. ഇതിനെന്തിത്ര താമസം? ഇവര് ചുണ്ടന്റെയും ബന്ധുക്കളായിരിക്കോ?
അറിയില്ല കാത്തു. അല്ല, വലിപ്പം ഉണ്ടെങ്കിലും ഇവർ എലികൾ തന്നെയല്ലേ. നമ്മൾ എന്തിനാ പേടിക്കുന്നേ? പക്ഷെ കണ്ടിട്ട് പേടിയാവുന്നു. കയ്യിലാണെങ്കിൽ കത്തിയും. എനിക്കെന്തോ അത്ര പേടി തോന്നുന്നില്ല അപ്പു. കാത്തുവിനോടാണ് കളി. കാത്തു, നിനക്കെന്താ വട്ടായോ? എടുക്കെടുക്ക. പ്രതിസന്ധികളിൽ ഒരിക്കലും തളരരുത്. ശത്രുവിനെ ഒരിക്കലും ഭയക്കരുത്. അങ്ങനെ വേണം മോളെ ധൈര്യശാലിയായ ഒരു പൂച്ചയായി നീ വളരേണ്ടത്. ആരടാ നീ? അത്രയ്ക്കായോടാ? നിനക്ക് വേണ്ടത് ജിണ്ടൻ നേരിട്ട് തരും. തന്നിരിക്കും. ഇതാണോ പല്ലൻ ചിണ്ടൻ? അയ്യോ, ഇനി രക്ഷയില്ല. ഓടിക്കോ. കാത്തു, കാത്തു. ഇനി കാത്തുവാ ഞങ്ങളുടെ നേതാവ്. ഞങ്ങക്ക് പണ്ടേ കാത്തു തന്നെയാ നേതാവ്. അയ്യോ അമ്മേ, കാത്തു. ചുണ്ടനും ചിണ്ടനും നാട്ടുകാരാണേ, കണ്ടതെല്ലാം കക്കും കൂട്ടുകാരാണേ. ചുണ്ടനും
കിട്ടുന്നില്ലല്ലോ പിങ്കി. സാരമില്ല പൂപ്പി, നമുക്ക് കാണുന്നവരോടെല്ലാം ചോദിക്കാം. ആർക്കെങ്കിലും അറിയാതിരിക്കില്ല. എന്താ പൂപ്പി, ഇവിടൊന്നും ആരുമില്ലേ? നമ്മളിപ്പോ എവിടെയാ? അറിയില്ലല്ലോ പിങ്കി. അയ്യോ, ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല. നിങ്ങളെ പേടി കണ്ടപ്പോ അത് മാറ്റാമെന്ന് കരുതി വന്നതാ. എന്താ ഈ ശബ്ദം? അയ്യോ, അത് നമ്മുടെ മരം കൊത്തിച്ചേട്ടൻ മരത്തി കൊട്ടുന്ന ശബ്ദമല്ലേ? നിങ്ങൾ അത് കേട്ടിട്ടാണോ പേടിച്ചത്? അതെന്തിനാ മരം കൊത്തിച്ചേട്ടൻ മരത്തി കൊട്ടുന്നേ? വെറുതെ കൊട്ടുന്നതൊന്നുമല്ല, മരത്തടിയിൽ കൊത്തി കൊത്തി ദ്വാരം ഉണ്ടാക്കുന്നതാ. ചിലപ്പോ താമസിക്കാനുള്ള കൂടുണ്ടാക്കുന്നതായിരിക്കും. ഏത് കടുപ്പമുള്ള മരവും തുരന്ന് വീടുണ്ടാക്കാൻ മരം കൊത്തിച്ചേട്ടന് മാത്രമേ കഴിയൂ. അത് പോട്ടെ, പൂപ്പി എന്താ ഈ വഴി? ഞങ്ങൾ ഈ വണ്ടിയുടെ ഉടമയെ തിരക്കി ഇറങ്ങിയതാ. ഈ വണ്ടിയുമായി ആരെങ്കിലും പോകുന്നത് മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ പൂപ്പി, എനിക്കൊരു ഓർമ്മയും വരുന്നില്ല. ഇത്രയും രുചിയുള്ള മാമ്പഴം ഞാൻ ഇന്നോളം കഴിച്ചിട്ടില്ല. ഞാനും. ഈ മാവ് കാണാൻ തന്നെ എന്ത് ഭംഗിയാ. നമുക്ക് ഇതിൽ തന്നെ കൂടുകൂട്ടാമല്ലേ? അത് ശരിയാ. ആഹാ, പൂപ്പിയായിരുന്നോ? ആരാ ഈ പുതിയ ആൾ? ഇത് പിങ്കിയാ, എന്റെ കൂട്ടുകാരി. ഞങ്ങൾ ഈ വണ്ടിയുടെ ഉടമയെ അന്വേഷിച്ച് ഇറങ്ങിയതാ. നിങ്ങൾക്കറിയാമോ ആരാണെന്ന്? ഇല്ലല്ലോ, ഞങ്ങൾ ഈ വണ്ടി ആദ്യമായിട്ടാ കാണുന്നേ, അല്ലേ? അതെ അതെ. പിന്നെ ഞങ്ങൾ ഈ മരത്തിൽ കൂടുണ്ടാക്കാൻ പോവാ. മരമൊക്കെ അടിപൊളിയാണ്, പക്ഷേ ഇതിലൊരു കേടുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? കേടോ? എവിടെ? ദാ ഇവിടെ. ഓ, ഇത് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെ? നമ്മുടെ മരം കൊത്തിച്ചേട്ടനെ അറിയിച്ചാ മതി. ചേട്ടൻ വന്ന് മരത്തിന് കേടുണ്ടാക്കുന്ന പുഴുക്കളെയെല്ലാം തടി തുരന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് അവയെ കുശാലായി അങ്ങ് കഴിക്കും. മാവിന്റെ കേട് മാറുകയും ചെയ്യും. ഈ മൂങ്ങകൾക്ക് എന്തൊരു അഹങ്കാരമാണ്. ഇത്രയും പറഞ്ഞിട്ടും ഒരു കൂസലും ഇല്ലാതെ ഇരിക്കുന്ന കണ്ടില്ലേ? എന്നാൽ ഒരു അക്ഷരം മിണ്ടുന്നുണ്ടോ? ഈ മരപ്പൊത്ത് ഞാനാണ് കണ്ടെത്തിയതെങ്കിൽ ഞാൻ തന്നെ അതിൽ താമസിക്കും. ഈ പൊത്ത് ഞാൻ ആദ്യം കണ്ടെത്തിയത്. അതിനകത്ത് ഞാൻ കുറച്ച് പഞ്ഞിയും കൊണ്ടുവച്ചിരുന്നു. സംശയം ഉണ്ടെങ്കിൽ അകത്ത് കയറി നോക്ക്. അതുകൊണ്ടേ ഞാനാ ഈ പൊത്തിന്റെ ശരിക്കുള്ള അവകാശി. വേറെ ആർക്കും ഞാൻ ഈ പൊത്ത് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. ഈ പൊത്ത് ഞാൻ ആദ്യം കണ്ടെത്തിയത്. അതിനകത്ത് ഞാൻ കുറച്ച് പഞ്ഞിയും കൊണ്ടുവച്ചിരുന്നു. അതുകൊണ്ടേ ഞാനാ ഈ പൊത്തിന്റെ നിങ്ങൾ എന്തിനാ വഴക്കിടുന്നേ? എല്ലാരും താഴേക്ക് വന്നാൽ ഈ വഴക്ക് നമുക്ക് ഇപ്പൊ തന്നെ തീർക്കാം. മരപ്പൊത്തിനെ ചൊല്ലിയാണെങ്കിൽ അതിന് വഴിയുണ്ട്. ശരിക്കും വഴിയുണ്ട്. എനിക്കൊരാളെ അറിയാം, മരം കൊത്തി ചേട്ടൻ. ചേട്ടൻ വിചാരിച്ചാൽ ഒന്നല്ല, നിങ്ങൾക്ക് 2 പൊത്തുകൾ വേണമെങ്കിലും ഉണ്ടാക്കി തരും. എന്താ? മരം കൊത്തിച്ചേട്ടൻ എല്ലാരെയും സഹായിക്കുന്ന നല്ലൊരാളാ. ഞങ്ങൾക്ക് നേരിട്ടറിയാം. ഓഹോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മരംകുത്തി ചേട്ടനെ കൊണ്ടുവാ. അതുവരെ ഞങ്ങൾ വഴക്കിടില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. മരം കുത്തിച്ചേട്ടൻ ഇപ്പൊ എവിടെയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ചേട്ടൻ അടുത്ത് എവിടെയോ ഉണ്ട്. നിങ്ങൾ ആ ശബ്ദം കേൾക്കുന്നില്ലേ? ടക് 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 ടക്. ഈ മരം ഏത് നിമിഷവും വീഴും. ഇതിന്റെ അടുത്ത് നിന്ന് എല്ലാവരും മാറിപ്പോയിക്കോളൂ. മരം കൊത്തി ചേട്ടനല്ലേ? ഞാൻ പൂപ്പി. ചേട്ടനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. ചേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായി ഞങ്ങൾ തുടങ്ങുമായിരുന്നു. അല്ല, നിങ്ങൾ എന്തിനാ എന്നെ അന്വേഷിച്ചേ? ചേട്ടൻ വന്നാ ഞങ്ങൾക്കെല്ലാം കൂടിനായി മരപ്പൊത്തുകൾ ഉണ്ടാക്കി തരുമെന്ന് പൂപ്പി പറഞ്ഞു. ചേട്ടൻ വലിയ മനസ്സുള്ള ആളാണെന്ന് പിങ്കി പറഞ്ഞു.
കൂടുണ്ടാക്കാനും ഇര തേടാനുമാണ് മരത്തിൽ പൊത്തുകൾ ഉണ്ടാക്കുന്നേ. പിന്നെ ഒരിക്കൽ താമസിച്ചു കഴിഞ്ഞാൽ ആ പൊത്ത് ഉപേക്ഷിച്ചു പോകാറാണ് പതിവ്. അതുകൊണ്ട് നിങ്ങളെപ്പോലെ പൊത്തുകളിൽ കൂടുണ്ടാക്കുന്നവർക്ക് അത് ഉപയോഗിക്കാൻ കഴിയും. ഞങ്ങൾ അങ്ങനെ കണ്ട ഒരു പൊത്തിൽ ആരും ഇല്ലെന്ന് കരുതിയാണ് കയറിയത്. പക്ഷെ പിന്നെ രണ്ടുപേർ അവകാശവും പറഞ്ഞെത്തി. ഞങ്ങൾ ഏതായാലും ഈ കൂട് വിട്ട് എങ്ങോട്ടും പോകുന്നില്ല. ഈ മരത്തിന് ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ അച്ഛനമ്മമാരും ഈ മരത്തിൽ തന്നെയാ പാർത്തിരുന്നേ. അല്ലെങ്കിൽ തന്നെ ഈ മരം വീഴുമെന്ന് മരംകൊത്തി ചേട്ടൻ എങ്ങനെ പറയാൻ പറ്റും? ഈ മരം വീഴുമെന്ന് പറഞ്ഞത് സത്യമാണ്. ഒരു ചെറിയ കാറ്റ് മതി അതിന് വീഴാൻ. ഞങ്ങൾ മരംകൊത്തികൾക്ക് തടിയിൽ കൊട്ടി നോക്കുമ്പോൾ അതിന്റെ ബലം അറിയാൻ കഴിയും. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്കും ഞാൻ പൊത്തുണ്ടാക്കി തരാം. കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ. അതുപോട്ടെ, പൂപ്പി എങ്ങനെയാ ഇവിടെ വന്നു വിട്ടത്? അയ്യോ, അത് മറന്നു. ഞങ്ങൾ ഈ വണ്ടിയുടെ ഉടമയെ അന്വേഷിച്ചിറങ്ങിയതാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ആരുടെയാണെന്ന് അറിയാമോ? അയ്യോ, പിങ്കി, പിങ്കി, നീ എവിടെയാ? ഞാനിവിടെ ഉണ്ട്. ഹോ, മരംകൊത്തി ചേട്ടൻ പറഞ്ഞത് എത്ര ശരിയായിരുന്നു. ഇനി ആർക്കും സംശയമില്ലല്ലോ. ഇല്ലേ ഇല്ല. ഇനി ചേട്ടൻ പറയുന്ന പോലെയേ ഞങ്ങൾ ചെയ്യൂ. ഞങ്ങളും. എന്നാൽ പോന്നോളൂ, കൂടുണ്ടാക്കാൻ പറ്റിയ മരം നമുക്ക് കണ്ടെത്താം. ഒരു പൂജാരി കാട്ടിലൂടെ തൻ്റെ ഗ്രാമത്തിലേക്ക് പോകും വഴി ഒരു കടുവയുടെ മുന്നിൽ ചെന്നുപെട്ടു. പക്ഷെ കടുവയ്ക്ക് പൂജാരിയോട് അലിവ് തോന്നി. അപ്പൂപ്പൻ എങ്ങോട്ടാ പോകുന്നത്? മോനെ, അപ്പൂപ്പൻ ഒരു കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിയാ. കല്യാണമോ? എന്താണ് അപ്പൂപ്പ കല്യാണമെന്ന് വെച്ചാൽ? ആണും പെണ്ണും ഒരുമിച്ചു ജീവിക്കാൻ തുടങ്ങുന്നതാണ് കല്യാണം. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ അപ്പൂപ്പ, എനിക്കും ഒരു കല്യാണം കഴിക്കണം. ജീവൻ രക്ഷിക്കണമെങ്കിൽ എന്തെങ്കിലും ഉപായം പറഞ്ഞേ പറ്റൂ. ശരി, നീ 2 ദിവസം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വരൂ. ഒരു സുന്ദരി കടുവയുമായുള്ള കല്യാണം ഞാൻ നടത്തിത്തരാം. പൂജാരി വീട്ടിലെത്തിയ ഉടൻ തന്നെ തൻ്റെ മിത്രങ്ങളായ നാട്ടുകാരെ വിളിച്ച് ഒരു വലിയ കൂടുണ്ടാക്കി. കടുവ വരുന്നതും കാത്തിരുന്നു. അപ്പൂപ്പ, അപ്പൂപ്പ,
ഞാനിങ്ങെത്തി. എന്നാൽ പൂജാരി പേടിച്ച് വീട്ടിന് വെളിയിൽ ഇറങ്ങാൻ തയ്യാറായില്ല. നീ വന്നോ? ഞാൻ കല്യാണം നടക്കാൻ വേണ്ടിയുള്ള ചില മന്ത്രങ്ങൾ ചൊല്ലുകയാണ്. വെളിയിലുള്ള കൂട്ടിൽ കയറി വാതിലടച്ചു കിടന്നോ. ഇത് കല്യാണത്തിന്റെ ഒരു ചടങ്ങാണ്. അതിനെന്താ അപ്പൂപ്പ, ഇപ്പോൾ തന്നെ ഞാൻ കൂട്ടിൽ കയറാമല്ലോ. ഓ, കല്യാണം കഴിക്കാൻ ഇത്രയും കഷ്ടപ്പെടണമെന്ന് ഞാൻ അറിഞ്ഞില്ല. അയ്യോ അയ്യോ അയ്യോ, എനിക്ക് കല്യാണം വേണ്ടായേ. ഞാനിപ്പോ ചാവും. അയ്യോ, രക്ഷിക്കണേ. നീന്തറിയാത്ത ഏതോ കടുവച്ചാരാണ്. രക്ഷിച്ചേക്കാം. നീ എന്നെ രക്ഷിച്ചില്ലേ? എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം. നിന്നെ മതി. എനിക്ക് സമ്മതം. എനിക്ക് സന്തോഷമായി. എല്ലാം ആ പൂജാരി അപ്പൂപ്പന്റെ മന്ത്രം കൊണ്ടാണ് നടന്നത്. എന്നെ കൂട്ടിലാക്കി വിട്ടതുകൊണ്ടാണല്ലോ നിന്നെ കിട്ടിയത്. നമുക്ക് പോയി അപ്പൂപ്പന്റെ അനുഗ്രഹം വാങ്ങണം. അപ്പൂപ്പ, അപ്പൂപ്പ. അയ്യോ, ആ കടുവ ചത്തില്ലേ? എന്നെ പിടിക്കാൻ തന്നെയാണ് വേറൊന്നിനെയും കൂട്ടി തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പൂപ്പ, അപ്പൂപ്പ, വേഗം ഇറങ്ങി വാ. അപ്പൂപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു. ഞാൻ എൻ്റെ പെണ്ണിനെയും കൊണ്ടാ വന്നിരിക്കുന്നത്. അപ്പൂപ്പൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. അപ്പൂപ്പന് തീരെ സുഖമില്ല. എനിക്ക് സന്തോഷമായി. എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ട്. ദക്ഷിണ വച്ചിട്ട് പോക്കോ. ദൈവം കാത്തു. പൊട്ടക്കണ്ണൻ മാവിലെറിഞ്ഞതുപോലെയായി.